സോ ഹലോ ഗൈസ്, നമ്മുടെ ജീപ്പ് കോമ്പസ് ഇന്ത്യയിൽ വന്നത് 2017 പിന്നെ 2021 ഒരു ചെറിയൊരു അപ്ഡേറ്റ്, ഒരു ഫേസ് ലിഫ്റ്റ് നമുക്ക് കിട്ടിയത്. പിന്നീട് നമുക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റോ ഫേസ് ലിഫ്റ്റോ ഇല്ലാതെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരു SUV ആണ് ജീപ്പ് കോമ്പസ്. അപ്പോൾ അതിൻ്റെ ഗ്ലോബലി ഒരു അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. അതൊരു പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ്, സ്റ്റെലാൻറ്റിസിൻ്റെ STLA മീഡിയം പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഈ സ്റ്റെലാൻറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിയറ്റ് ക്രൈസ്ലറും PSI ഗ്രൂപ്പും കൂടെ മെർജ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് കാർ കമ്പനീസ് ഉണ്ട്. അതായത് നമ്മുടെ ആൽഫ റോമിയോ, അബാർത്ത്, ക്രൈസ്ലർ, ഡോഡ്ജ്, ജീപ്പ്, അങ്ങനെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെലാൻറ്റിസിൻ്റെ STLA മീഡിയം പ്ലാറ്റ്ഫോമിലാണ് പുതിയ ജീപ്പ് വരാൻ പോകുന്നത്. D and C സെഗ്മെൻറ്റ് കാറുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മെയിനായിട്ടും പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ്, മൈൽഡ് ഹൈബ്രിഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ജീപ്പും നമുക്കൊരു മൈൽഡ് അല്ലെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ് മോഡലിലായിരിക്കും കിട്ടാൻ പോവുക. മേ ബി ഇലക്ട്രിക് വെർഷൻസും കാണും. അതുകൂടാതെ തന്നെ ഇതിനകത്ത് 4 വീൽ ഡ്രൈവിൻ്റെയും ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെയും പ്രൊപ്പൽഷൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീപ്പ് കോമ്പസ് നമുക്ക് ഓൾ വീൽ ഡ്രൈവിൻ്റെ സെഗ്മെൻറ്റിൽ തന്നെ കിട്ടുന്നതായിരിക്കും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലോബലി നമ്മുടെ പുതിയ ജീപ്പ് കോമ്പസ് വരുമെങ്കിലും ഇന്ത്യയിലേക്ക് ഉടനെ ഒന്നും കാണില്ല എന്നാണ് പറയുന്നത്. ആ ഒരു സെഗ്മെന്റിലെ ഏറ്റവും അടിപൊളി SUV ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീപ്പ് കോമ്പസ് തന്നെയാണ്. നമ്മുടെ ക്രയോടെക് 2 ലിറ്റർ എഞ്ചിനിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് SUV നമുക്ക് ജീപ്പ് കോമ്പസ് തന്നെയാണ്. ഇപ്പോഴും ആ വാഹനത്തിന്റെ റോഡ് പ്രസൻസ് അടിപൊളിയാണ്. ബട്ട് ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ആവശ്യമാണെന്ന് എനിക്ക് പലപ്പോഴുമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.